ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മളൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ ടൂർ പോവാന്ന്. അപ്പൊ ഞങ്ങൾ ഇന്ന് ടൂർ പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. കണ്ടോ, ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇന്നലെ വാങ്ങിച്ച ഷോളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഫുൾ എക്സൈറ്റ്മെന്റിലാണ് നിൽക്കുന്നത് അല്ലെ കുഞ്ഞ? നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്കാണല്ലേ പോകുന്നേ. സ്ഥലം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. PK സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പൊ ഞങ്ങളുള്ളത് ക്ലാസിയോ റെസ്റ്റോറന്റിലാണ്. ഇവിടെ പ്യുവർ വെജ് ആണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ പൂരി മസാല ആണ് വാങ്ങിയിട്ടുള്ളത്. പ്ലേസ് എവിടെയാണത്? എയർപോർട്ട് റോഡിന്റെ അടുത്ത്. എയർപോർട്ട് റോഡിന്റെ അടുത്ത് അല്ലേ? എയർപോർട്ട് റോഡിന്റെ അടുത്ത്. കുഞ്ഞാൻ കഴിക്കുന്നില്ലേ? റെഡി അല്ലേ? ഓക്കെ ഓക്കെ. ഇനി അടുത്ത സ്പോട്ടിൽ വെച്ച് കാണാല്ലേ? ഓക്കെ ഗൈസ്, ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങളൊരു ഐസ്ക്രീം പാർലർ കണ്ടു. ഐസ്ക്രീം പോലെ ഇരിക്കുന്ന ഒരു ഐസ്ക്രീം പാർലർ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അത് അല്ലേ കുഞ്ഞു? കുഞ്ഞാ, ഇതെന്താ? ഇത് ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിൾ കഴിച്ചു നോക്കിയോ? കഴിക്കി. സൂപ്പറാ? ടേസ്റ്റി? സൂപ്പർ സൂപ്പർ. പൊന്നാ, അതെന്താ? സ്പാനിഷ് ഡിലൈറ്റ്. റിച്ച് ആണല്ലോ. അതെ അതെ, കുറച്ച് റിച്ച് ആണ്. റിച്ച് ആണ്. കഴിച്ചേ? കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇതാ? നല്ല നട്ട്സിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. അടിപൊളിയാ? അടിപൊളി, സൂപ്പർ. എന്താ അതിന്റെ പേര് പറയണേ? പോപ്പറ്റ്. ഇത് ലൊക്കേഷൻ നമ്മളിപ്പോ കോതമംഗലം കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. മൂന്നാർ റോഡില് റൈറ്റ് സൈഡിൽ കാണാം ഐസ്ക്രീം പോലിരിക്കുന്ന ഐസ്ക്രീം പാർലർ. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ്. ഇതാണ് ഇതിന്റെ വ്യൂ. ഫ്രണ്ട് വ്യൂ നിങ്ങൾ കണ്ടില്ലേ അല്ലേ? അടിപൊളി. അപ്പൊ എല്ലാരും കൂടെ വന്ന് ഐസ്ക്രീം കഴിക്കൂ. ഞങ്ങള് കുറച്ചു നേരം ചില്ലാവട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടരും. ആരംഭിക്കില്ല, തുടരും. അപ്പൊ നെക്സ്റ്റ് സ്ഥലത്തെത്തുമ്പോ വീണ്ടും കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ എത്തി. എവിടെ എത്തി അറിയില്ല. ഒരു പിടുത്തില്ല. അങ്ങോട്ട് കയറി പോണം അല്ലേ? അറിയുക. അപ്പൊ ഞങ്ങൾ പതിയെ മന്ദം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ? നല്ല വഴി, സൂപ്പർ വഴി അല്ലേ? നമ്മുടെ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊക്കെയാ അവിടെ കൃഷി ഉണ്ടല്ലോ? നോക്കണ, ഇതൊരു ഒരാള് മീൻ പിടിക്കുന്നുണ്ട്. അല്ല, ഇത് മീനിന്റെ ആവും ചിലപ്പോ ഉള്ളിട്ടാ. വെള്ളം കുറവാ. ഇതേടാ കോഴിയാ? താറാവാ? അരയണ്ണ? അത് എന്താ പറയുന്നത്? താറാവ്. കളക്കം. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വാത്ത, കളക്കം എന്നൊക്കെ പറയുന്നു. കയറു മുകളിലോട്ട് കയറു. ഞങ്ങൾ ഈ വഴി പോകുന്നുണ്ട്. ഇത് എനിക്ക് തോന്നേ നമ്മള് ആൾക്കാർ വരുന്നുണ്ടെന്നുള്ള സിഗ്നൽ കൊടുക്കുന്നതുകൊണ്ട് മുകളിലേക്ക് അല്ലേ? അതായത് മറ്റേ ഇതാണ് കോളിംഗ് ബെല്ല്. സിഗ്നൽ കൊടുത്തായിരിക്കും മുകളിലേക്ക്. ഇത് നല്ല വഴിയാണല്ലോ. ഓ ബ്യൂട്ടി. വഴി നോക്കൂ ഗൈസ്. ഇതേ ചെറിയ തണുപ്പുണ്ട്. ഇവിടെ വെയിലുണ്ടെങ്കിൽ പോലും അത് ഫീൽ ചെയ്യുന്നില്ല. വെയിലുണ്ടെങ്കിലും
ഒരു ചെറിയൊരു ചെടികൾ ഓ ഇപ്പൊ നോക്കിയ തണുപ്പായി. ഇവിടെ നമ്മളെ ഈ ശരിക്കും പറഞ്ഞാല് ഈ വെയിലത്തുനിന്ന് മാറിയിട്ട് ഇവിടെ എത്തുമ്പോ തണുപ്പായിരിക്കും അല്ലേ? അവിടെ അടിപൊളി ലൈറ്റ് ഉണ്ട് സൈഡിലൊക്കെ. ഇത് നമുക്ക് മുകളിൽ എത്തിയിട്ട് എടുക്കാം അല്ലേ? ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, ഹലോ ഹായ്. എവിടെ എത്തിപ്പോ? ഞങ്ങളിപ്പോൾ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. റൂമല്ലല്ലോ ഇത്, അതല്ല കുഞ്ഞ ഡ്രസ് മാറി. ഞാൻ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തു. നീ മാറിയിട്ടില്ല. ഞാൻ മാറിയിട്ടില്ല ഗൈസ്. നമ്മളിപ്പോ ഉള്ളത് ആര്യൻസ് കീത്ത് ഹൗസ്. പ്ലേസ് ഏത് പറഞ്ഞ? പ്ലേസ് വാത്തിക്കുടി. അതന്നെയല്ലേ? വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലത്തെ ഒരു എന്താ പറയാ ഫാം ഹൗസ് അല്ലേ? ഫാം ഹൗസ് ആണത് അല്ലേ? അവിടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്ന അതിന്റെ ശബ്ദം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ആളുണ്ട്, ഉറക്കം പറഞ്ഞ കേൾക്കുള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരാളുണ്ട് ഇവിടെ. സുന്ദരൻ. കാണിച്ചു കൊടുക്കാം നമുക്ക്. കുട്ടപ്പിയാണോ കുട്ടപ്പനാണോ? യെസ്, ഇതാണ് നമ്മുടെ ആള് കുതിര. ഹായ് ഹായ്. നോക്കുന്നുണ്ട് ആള് സ്റ്റാച്ചു ആണോ? ഗൈസ് ദേ കുതിര പുല്ല് കഴിക്കുകയാണ്. വാവ്, ചെറിയ പേടി ഇല്ലാതില്ല. അതെ നോക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിക്കാം അല്ലേ കുഞ്ഞ? കുതിര നല്ല അടിപൊളിയായിട്ട് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കാം അല്ലെ? നമ്മൾ ഫുഡ് കഴിച്ചു ഗൈസ്. നമുക്ക് ഇവിടെ എത്തിയ ഉടനെ തന്നെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി കിടിലം ഫുഡായിരുന്നു ഗൈസ്, നല്ല അടിപൊളി ഊണായിരുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പതിയെ കാണിച്ചു കൊടുക്കാം ഗൈസ്. ഇതാണ് എൻട്രൻസ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള എൻട്രൻസ് ആണ്. അവര് കൊടുത്തിട്ടുണ്ട് കണ്ടോ? നല്ല അടിപൊളി ചെടികളുടെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ഫുൾ ചെടികളാണ് ഗൈസ്, ഫുൾ ചെടികളാണ്. എവിടെ നോക്കിയാലും ചെടികളാ കണ്ടോ? ഇതാണ് നമ്മുടെ എൻട്രൻസ് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോരോ കാഴ്ചകൾ കാണിച്ചു തരാം ഗൈസ്. ഞാൻ കുഞ്ഞെന്താ അടിപൊളിയായിട്ടുണ്ട്. കുഞ്ഞൻ വന്നപ്പോ ഇട്ട ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് കാഴ്ചകൾ കാണിച്ചു കൊടുക്കാം. ഗൈസ് ആ ഹട്ട് കണ്ടോ? അത് നമ്മൾ താമസിക്കുന്ന ഹട്ടാണ് ഗൈസ്. അപ്പൊ അതിന് ചുറ്റും നല്ല അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടമാണ് കണ്ടോ? അത് നമ്മുടെ പൂളാണ് ഗൈസ്. ആ കാണുന്നത് നമ്മുടെ പൂളാണ് കണ്ടോ? ഇതിന്റെ ചുറ്റും കുഞ്ഞൻ പൂളിൽ കുളിച്ചിട്ടാണ് നിൽക്കുന്നത്. 360 ഡിഗ്രി ഫുൾ എന്താണ് കുഞ്ഞു?
തണുപ്പാ. തേയിലത്തോട്ടം, അതായത് നമ്മുടെ ആ പ്രദേശം ഫുള്ള് തേയിലത്തോട്ടം. അതാണ് നമ്മൾ താമസിക്കുന്ന ഹട്ട് അതാണ്. അതുകൊണ്ടോ ഫുൾ തേയിലത്തോട്ടാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോ 5 മണി 4 മണിക്ക് ആകുമ്പോ നല്ല തണുപ്പ് വരും കേട്ടോ. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇപ്പൊ ഞങ്ങള് പോരാത്തതിന് പൂളിന്ന് കുളിച്ചോണ്ട് വന്നോണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഞങ്ങൾക്ക് വിറക്കില്ല ഗൈസ്. അപ്പൊ പൂളിന്ന് ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് തണുത്തിട്ട് ഗൈസ്. ഇവിടെ പിന്നെ നല്ല ചീവീടിന്റെ ശബ്ദമുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നത് ചിലപ്പോ ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. കുറഞ്ഞു. അപ്പൊ ഗൈസ് ഇത് ഫുള്ള് കണ്ടോ, ഇവിടെ ഫുൾ തേയിലത്തോട്ടം. പിന്നെ ആ കാണുന്നത് നമ്മുടെ പൂളാണ് ഗൈസ്. അവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ വന്നത്, കണ്ടോ. പിന്നെ അവിടെ അങ്ങനെ ഇവിടെ ലൈറ്റ് വരും ഗൈസ്. ഈ വഴി ഫുൾ ലൈറ്റ് ആണ്. മൊത്തത്തിൽ അടിപൊളി സ്ഥലമാണല്ലോ കുഞ്ഞാ. നമുക്ക് കൊറേ എക്സ്പ്ലോർ ചെയ്യാണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു 2 മണി നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നടന്ന് കാണാനുള്ള കൊറേ ഐറ്റംസ് ഉണ്ട്. നടന്ന് വേണമെങ്കിൽ നമുക്ക് എവിടെ ഉണ്ടെങ്കിലും അടുത്തന്നെ ബെഞ്ച് ഉണ്ടാവും. എനിക്കൊക്കെ തണുത്തിട്ട് വിറയ്ക്കുന്നുണ്ട്, കൈ വിറയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ ഇനി റൂമിൽ പോവാ അല്ലേ? റൂമിൽ പോവാ. ഓക്കെ. ഗൈസ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ്. അതായത് നമ്മുടെ ഈ ഫാം ഹൗസിന്റെ വ്യൂ പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയാണ് ഗൈസ് ഈ വഴി കാണാൻ വേണ്ടിയിട്ട്. വ്യൂ പോയിന്റിലേക്കുള്ള വഴി തന്നെ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞങ്ങൾ വ്യൂ പോയിന്റ് എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. നമുക്ക് ഇനി പോവാം ഗൈസ്. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. കണ്ടോ, ഇതാണ് നമ്മുടെ വ്യൂ. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് ഗൈസ്. എൻ്റെ അമ്മോ അടിപൊളിയായിട്ട് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. നോക്കിയേ അടിയില് കണ്ടോ, മൗണ്ടെയിൻ വ്യൂ. ഫുൾ മൗണ്ടെയിൻ ആണ് ഗൈസ് ഇവിടെ. കണ്ടോ ഗൈസ്, അവിടെ ഒരു പള്ളി ഉണ്ട്. അപ്പൊ ആ പള്ളി ഉണ്ടോ ഗൈസ്, നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. എന്താ ഭംഗി കണ്ടോ, ഇതാണ് ആ പള്ളി. അത് നല്ല രസമുണ്ട് അല്ലേ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. വ്യൂ പോയിന്റ് ഇവിടേക്ക് കാണാൻ നല്ല അടിപൊളിയാണ്. ഫുൾ തേയിലയാണ്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. ഗൈസ് ഇതാണ് ഇവിടത്തെ വൈകുന്നേരത്തെ വ്യൂ ട്ടോ. ഇപ്പൊ സമയം 6:30 ഇവിടെ നല്ല തണുപ്പും നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ലൈറ്റൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ഇവിടെ വൈകുന്നേരം ആവും തോറും നല്ല ഭംഗിയാവും ഗൈസ്. അങ്ങനെ നമ്മൾ ടൂർ വന്നിട്ട് അടുത്ത ദിവസമാണ്. രാവിലെയാണ്, ഇപ്പോൾ വെളുപ്പാണ്. വെളുപ്പാങ്കാലത്ത് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടെ ഇപ്പം നല്ല മഞ്ഞുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ ഇന്നലെ വൈകുന്നേരം നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു, പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മൾ വ്യൂ പോയിന്റ് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ അങ്ങനെ നമ്മൾ ഇന്നലെ എത്തിയ സെയിം വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ നോക്കുമ്പോൾ ഫുൾ മരങ്ങളും മലകളൊക്കെ ആയിരുന്നു. ഇപ്പം അടിയിൽ കണ്ടോ ഫുൾ കോടയാണ്. അടിയിൽ നമുക്ക് മരങ്ങളൊക്കെ കാണാമായിരുന്നു ഇന്നലെ പോയപ്പോൾ. പക്ഷെ ഇത് കണ്ടോ, ഇന്നലെ വന്നപ്പോൾ ഫുൾ മരങ്ങൾ കാണാമായിരുന്നു. ഇത് കാറ്റത്തേക്കൊന്നും കാണാനില്ലേ ഗൈസ്. അടിപൊളി ഗൈസ്. ഇന്നലെ ഞാനൊരു പള്ളി കാണിച്ചു തന്നില്ലേ, ആ പള്ളി ഇപ്പോൾ കാണാനില്ല ഗൈസ്. ആ ഭാഗത്താണ് ആ പള്ളി ഉള്ളത്. പക്ഷേ അവിടെ ഫുൾ ഇപ്പോൾ കോടയാണ്. അറ്റത്തേക്കൊന്നും കാണാനില്ല. നല്ല തണുപ്പുണ്ട് ഗൈസ്. കണ്ടോ, അടിപൊളി.
ഹായ്. ഹായ്. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ. എവിടെ? ആര്യൻസ് ഗീത് ഹൗസിൽ, വാത്തിക്കുടി. വാത്തിക്കുടി. നമ്മുടെ ഈ ആര്യൻസ് ഹൗസിനെ കുറിച്ചിട്ട് എന്തൊക്കെയാ നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല ഹൗസാണ്. അടിപൊളി. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ പറഞ്ഞേ? സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, തണുപ്പുണ്ട്, നല്ല തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ നിന്നിട്ട് ഉള്ളൊരു വ്യൂ ആണ് ഞങ്ങൾക്കുള്ളത്. അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം തേയിലത്തോട്ടത്തിന്റെ നടുവിലാണ്. അപ്പൊ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ. കാണിച്ചു കൊടുക്കൂ. ഇന്നലെ കണ്ടില്ലേ ഇതൊക്കെ? ഇന്നലെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടം, 360 ഡിഗ്രി. പിന്നെ പൂളുണ്ട്, പൂള്, ക്യാമ്പ് ഫയർ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഗൈസ്. നമ്മളിന്നലെ ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചു. എങ്ങനെയുണ്ട് ഫുഡ് കൊടുത്ത? നല്ല അടിപൊളി, വീട്ടിലെ ഫുഡ് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്നലെ നൈറ്റ് പിന്നെ നമ്മളുടെ വൈബായ കാരണം കൊണ്ട് നമ്മള് വീഡിയോ എടുത്തില്ല അല്ലേ? അതെ. അപ്പോ പിന്നെ ഇന്ന് രാവിലെ നമ്മള് മറ്റേ കോടമഞ്ഞിന് ഇറങ്ങി നടക്കുന്ന കണ്ടില്ലേ? അടിപൊളി. ഇവിടെ ഒരു നമ്മൾ താമസിച്ച സ്ഥലമാണ് കാണുന്നത് അല്ലേ? അതെങ്ങനെയായിരുന്നു? കുഴപ്പമൊന്നുമില്ല അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ തേയിലത്തോട്ടത്തിന്റെ നടുവിൽ താമസിക്കുമ്പോ അതിൻ്റെതായ ഒരു അതെ, എവിടെ നോക്കിയാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കാറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോ മാത്രമേ തേയില കണ്ടിട്ടുള്ളൂ. ഇറങ്ങി നിൽക്കുക അത്രേ ഉള്ളൂ. താമസിച്ചിട്ടില്ല അല്ലേ? അപ്പൊ അത് കാരണം കൊണ്ട് ഇത് സൂപ്പർ ആയിരുന്നു അല്ലേ? അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എല്ലാരും വരിക, നിങ്ങള് എക്സ്പീരിയൻസ് ചെയ്യാ ഈ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. അതെ. അപ്പൊ നമ്മള് ഇവിടെ വെച്ച് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തല്ലോ. വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ലൈക്ക് ചെയ്യുക. അപ്പൊ കുഴപ്പമില്ല, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, ബൈ. ഈ ഒരു മിനിറ്റ്, സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അത്ര വലിയ എണ്ണം ഇല്ല. അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ, കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അല്ലേ? അപ്പൊ നമ്മളിനി ഇവിടുന്ന് പോകുന്ന കാര്യങ്ങളൊന്നും എടുക്കണില്ല. നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കേ, ബൈ. താങ്ക് യു.